ക്യാൻസർ രോഗം പോലും കള്ളത്തരമാണ്, പൈസ കിട്ടാൻ വേണ്ടിയാണ്. ഇതൊക്കെ പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഈ രേണുവിനെ ഇതുപോലെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവരോട് അത് നമ്മുടെ അവസ്ഥ എത്ര പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടാകണം, എന്നാലേ അവർക്ക് അത് മനസ്സിലാവും. നമ്മുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കാര്യത്തിൽ എന്ത് ട്രീറ്റ്മെന്റ് എന്തൊക്കെ വന്ന് നമ്മളത് എല്ലാവരെയും ബോധിപ്പിക്കേണ്ട അവസ്ഥയാണ്. എന്താണ് കിച്ചു രേണു ചേച്ചിയുടെ ഇത്ര ഇത്? അറിയാം, അതൊക്കെ അവന്റെ മാനസികാവസ്ഥ. നമ്മൾ അന്നും ഇന്നും മക്കളായിട്ട് തന്നെയാണ്. അന്ന് സുധിച്ചേട്ടൻ അവനെ കൂട്ടി വീട്ടിൽ വന്ന് അന്ന് തൊട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് അവനെ കണ്ടേക്കുന്നത്. ഹെൽത്ത് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് കുഴപ്പമില്ല. കാരണം സെക്കൻഡ് കീമോ കഴിഞ്ഞു. സെക്കൻഡ് കീമോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അത് ഒരു ഇപ്പോൾ കീമോ കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെയാണ് 10-ാം തീയതി കഴിഞ്ഞ സെക്കൻഡ് കീമോ. 10-ാം തീയതി തൊട്ട് തുടങ്ങി വോമിറ്റിങ്, കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിങ്. 5 ദിവസം ICUലായിരുന്നു. അത് കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിൽ വന്ന് ഇന്നിപ്പം ഇന്നലെയാണ് ഒന്ന് എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിക്കാൻ. മറ്റേ കഴിക്കുന്ന അന്നേരം വോമിറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം കുറച്ചൊരു ഇനിയിപ്പോൾ ഇതൊന്ന് ഓക്കെ ആയി വരുമ്പോഴത്തേന് 31st അടുത്ത 3rd കീമോ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം രേണു ചേച്ചി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഈ ഒരു സിറ്റുവേഷൻ നിന്നിട്ട് പോലും പല ആൾക്കാർ പല രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റൽ ബില്ല് കള്ളത്തരമാണ്, ഈ ക്യാൻസർ രോഗം പോലും കള്ളത്തരമാണ്, പൈസ കിട്ടാൻ വേണ്ടിയാണ് ഉള്ള അടവുകളാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഈ ചേച്ചി ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, അവരോട് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ അതുകൊണ്ടാണ് ആ ബില്ലിൻ്റെ കാര്യം. കാരണം ഇത് നമുക്ക് നമ്മുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കാര്യത്തിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ വന്ന് നമ്മളത് എല്ലാവരെയും ബോധിപ്പിക്കേണ്ട അവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെഡിസിൻ്റെ കാര്യവും അതൊക്കെ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ ആ ബുദ്ധിമുട്ടും അവസ്ഥകളും ഒക്കെ ഉണ്ട്. ഇത് കള്ളത്തരമാണെന്നും ബില്ലിനകത്ത് കള്ളത്തരം കാണിച്ചെന്നും ഒക്കെ പറയാനുള്ളവരോടും എനിക്കതേ പറയാനുള്ളൂ. അവരുടെ വീട്ടിൽ ഇപ്പം ഞങ്ങളത് അനുഭവിക്കുന്നതുകൊണ്ട് അവരുടെ വീട്ടിൽ ഈ ഒരു അവസ്ഥ വരണം. ഈ 2,02,000 അത്രയും സംതിങ് വിലയാകും ഒരു മെഡിസിൻ, ഒരു ഇഞ്ചക്ഷന്. അപ്പോൾ ആ ഒരു ഇഞ്ചക്ഷന് വേണ്ടി നമ്മൾ ഓടുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ആ ഒരു അവസ്ഥ ഉണ്ടായാൽ മാത്രമേ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സത്യം അറിയാം. അല്ലാതെ നമ്മളെ രേണുവിനെ ഇതുപോലെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവരോട് അത് നമ്മുടെ അവസ്ഥ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടാകണം, എന്നാലേ അവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. പലരും വീഡിയോയുടെ അടിയിലും രേണു ചേച്ചിയുടെ വീഡിയോയുടെ അടിയിലും കമൻ്റായിട്ട് വരുന്നുണ്ട്. ഈ വയ്യാതെ ഇത്രയും സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരാൾ വന്നിട്ട് പറയുകയാണ് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, അപ്പോൾ ഇവൾക്ക് ഈ രോഗമൊന്നും ഇല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പം ഈ വീഡിയോ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്? വീഡിയോ ചെയ്യുന്ന ഈ ഒരു അത് ഞാൻ പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ്റെ വില. കാരണം ഇത് ഈ നമ്മൾ കീമോ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു ആൻറ്റിബോഡി ഇഞ്ചക്ഷനും അവർക്ക് എടുക്കുന്നുണ്ട്. കാരണം അവർക്കുണ്ടായിരിക്കുന്ന ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ടൈപ്പാണ്. അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഈ ഒരു ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇഞ്ചക്ഷൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തി സംതിങ് രൂപയാണ് ഒരു ഇഞ്ചക്ഷന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 6 കീമോയാണ്. ഈ 6 കീമോ എടുക്കുമ്പോൾ ഈ ഓരോ ഇഞ്ചക്ഷനും എടുക്കണം. ഈ 6 കീമോ കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഇത് നെഗറ്റീവ് ആയില്ലെന്നുണ്ടെങ്കിൽ, ടെസ്റ്റിൽ നെഗറ്റീവ് ആയില്ലെന്നുണ്ടെങ്കിൽ മൊത്തം 17 കീമോ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ ഈ 17 കീമോയ്ക്കും ഈ ഓരോ ആൻറ്റിബോഡി ഇഞ്ചക്ഷനും എടുക്കണം. അപ്പോൾ ഇത്രയും വിലയുള്ള ഈ ഇഞ്ചക്ഷന് അതിന് കാരണം നമുക്ക് അതിന് സാമ്പത്തിക ആവശ്യമാണ്. അതുകൊണ്ടാണ് അവൾക്ക് വയ്യാത്ത അവസ്ഥയിൽ അവൾ ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ ചേച്ചി ഇപ്പം മൊത്തം ഹെയറെല്ലാം കളഞ്ഞു. അപ്പോഴത്തേക്ക് കുഞ്ഞു വാവ എങ്ങനെയാണ് അത് അമ്മയായിട്ടുള്ള? അവന് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ അവന് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ അവർക്ക് എന്തോ വയ്യ എന്നുള്ളത് അവന് നല്ല രീതിയിൽ അവന് മനസ്സിലാകുന്നുണ്ട്. പിന്നെ അവന് നല്ല വിഷമമുണ്ട്. ചേച്ചി അതുപോലെ രേണു ചേച്ചിക്ക് ഇത്ര തീരെ വയ്യാതിരുന്ന സമയത്താണ് രേണു ചേച്ചി വളർത്തിയ കിച്ചു എന്ന് പറഞ്ഞ മകൻ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേണേൽ പോയി കാണാം എന്ന് പറഞ്ഞു. അതിന് രേണു ചേച്ചി ഒരു മറുപടി ആയിട്ട് ഒരു വീഡിയോ ഇട്ടതിന് ശേഷം രേണു ചേച്ചിക്കെതിരെ ഒരു വീഡിയോയോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല കിച്ചു എന്ന് പറഞ്ഞ ആൾ. എന്താണ് കിച്ചുവിന് ചേച്ചിയോട് രേണു ചേച്ചിയോട് ഇത്രയും വയ്യാതിരുന്നിട്ടും ചേച്ചിനെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ? എന്ത് തോന്നുന്നു ചേച്ചിക്ക്? ഇത്രയും അല്ല ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ചേച്ചിക്ക് അറിയാലോ ചെറുപ്പം തൊട്ട് നിങ്ങളെല്ലാവരും വളർത്തിയ വാനാണല്ലോ. ഒരു നന്ദികേടായിട്ട് തോന്നുന്നുണ്ട്. അറിയാം, അതൊക്കെ അവൻ്റെ മാനസികാവസ്ഥ. നമ്മൾ അന്നും ഇന്നും രേണു ആണെങ്കിലും ഞങ്ങളാണ് അവനെ മക്കളായിട്ട് തന്നെയാണ്. അന്ന് സുധിച്ചേട്ടൻ അവനെ കൂട്ടി വീട്ടിൽ വന്ന് അന്ന് തൊട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് അവനെ കണ്ടേക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ മാനസികാവസ്ഥ എന്താണോ അത് നമുക്കറിയത്തില്ല. രേണു ചേച്ചിയെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളോട് എന്താണ് ചേച്ചിക്ക് ഈ ഒരു നിമിഷം പറയാനായിട്ടുള്ളത്? ശരിക്കും ഇഷ്ടപ്പെടുന്നവരോട് പറയാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം എത്രയും പെട്ടെന്ന് അവൾ പഴയ പോലെ തിരിച്ചു വരാനായിട്ടുള്ള പ്രാർത്ഥന. രേണു ചേച്ചിക്ക് ഇപ്പം എത്ര കീമോ കഴിഞ്ഞെന്ന് പറയാൻ പറ്റുമോ ഹോസ്പിറ്റലിൽ? ഇപ്പം 2 കീമോ കഴിഞ്ഞു. ഇനി എത്ര എണ്ണം? ഇനിയും മൊത്തം 6 എണ്ണമാണ്. ഇനി 4 എണ്ണം കൂടെ. ശരി, ഓക്കെ, ശരി.